നന്ദഗോവിന്ദ ഭജൻസ് മലയാളക്കരയിലാകെ തന്നെ ആഞ്ഞു വീശിയ ഒരു ഗാന വിപ്ലവമായിരുന്നു അത്. അതായത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഗാനസംഘമുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുള്ളതാണ്. അന്ന് ഭജൻസിലൂടെ മനസ്സിലേക്ക് ഭക്തിയുടെ നിർവൃതിയുടെ മഹാനുഭൂതി എത്തിക്കാനായിട്ട് ഈ ഗായക സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിലൂടെ നമ്മളെല്ലാവരും തന്നെ സംഗീതത്തിൻ്റെ പുതിയ തലങ്ങളെ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ക്ഷേത്രത്തിനകത്ത് നമുക്ക് പോയി പ്രാർത്ഥിച്ച് ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ നിർമാല്യത്തിൻ്റെ പ്രസാദം സ്വീകരിക്കുന്ന അതേ നിർവൃതി ആ സംഗീത സദസ്സിൽ നിന്ന് ആ യുവാക്കൾ അവരുടെ ശബ്ദമാധുര്യത്തോടുകൂടി ആ ഗാനഭംഗിയിലൂടെ നമുക്ക് പകർന്നു തന്നു. ആ ഭജനകളുടെ ഉന്മേഷത്തിലും ഉന്മാദത്തിലുമൊക്കെ നമ്മൾ വളരെയധികം ആറാടുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്ക് ചില വിവാദങ്ങൾ വന്നു. ആ വിവാദങ്ങളിലൂടെ ഹിന്ദു സപ്പോർട്ട് ബേസ് ഈ നന്ദഗോവിന്ദ ഭജൻസിന് ചെറുതായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് പല വിവാദങ്ങൾ വന്നു. മതേതരത്തിൻ്റെ പ്രശ്നമായാലും ശരി തന്നെ, മറ്റു പല വിവാദങ്ങളായാലും ശരി തന്നെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആക്ഷേപങ്ങളൊക്കെ ആയിട്ടൊക്കെ കയറി വരികയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അടിമുടി മാറിക്കൊണ്ട് പുതിയ നവോന്മേഷത്തോടുകൂടി നന്ദഗോവിന്ദ ഭജൻസ് തിരികെ എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. സ്വകാര്യമായി ഞാനും പറയട്ടെ, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, വളരെയധികം ആസ്വദിക്കുന്ന ഭജനകളാണ് നന്ദഗോവിന്ദ ഭജൻസിലുള്ളത്. അത് ഒരുപാട് കീർത്തനങ്ങൾ മുതൽ പ്രിയപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ വാക്യങ്ങൾ പോലും അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിനെ പറ്റി സ്തുതിക്കുന്ന ആ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ മനസ്സിന് വളരെയധികം ആനന്ദം തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ മാതൃഭക്തിയുടെ പരകോടിയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് അമൃതാനന്ദപുരി അമ്മയുടെ അടുത്തേക്ക്, അമൃതാനന്ദമയി ദേവിയുടെ അടുത്തേക്ക് വരെ നന്ദഗോവിന്ദ ഭജൻസ് എത്തുകയും, അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട ജനനിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനങ്ങളൊക്കെ കേട്ടപ്പോൾ അങ്ങേയറ്റം നമുക്ക് വലിയ സന്തോഷമുണ്ടായി. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെ പുതിയ തലത്തിൽ മാറിക്കൊണ്ട് നന്ദഗോവിന്ദ ഭജൻസ് വരുന്നു. അടിമുടി മാറിയിരിക്കുകയാണ്. അവരുടെ പുതിയ ബ്രോഷറുകൾ വന്നിട്ടുണ്ട്. പുതിയ പരിപാടികളെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, അതായത് ജനനി എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറി അവർ തുടങ്ങിയിട്ടുണ്ട്. അടിമുടി മാറിക്കൊണ്ടാണ്. അതിനകത്ത് സ്ത്രീകൾ, അമ്മമാർ, ഈ പറയുന്ന മുതിർന്ന ആൾക്കാർ, ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഇവരെയെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് വരുന്ന പ്രോഗ്രാം, ഈ ജനനി എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു ഇൻറ്റിമേറ്റ് എക്സ്പീരിയൻസ് തരുമെന്നാണ് ആ ബ്രോഷറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രായമായവർക്ക് സ്നേഹത്തിൻ്റെയും ഈ പറയുന്ന ത്യാഗത്തിൻ്റെയും അവരുടെ ധീരതയുടെയും ഒക്കെ തന്നെ എല്ലാ ആ ചേരുവകളും ചേർത്തുകൊണ്ട് അവരുടെ ആ മഹത്വത്തെ, ജനനീ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട്, ജഗത് ജനനി മുതൽ ജനനി വരെയുള്ള എല്ലാ ജനനിയെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള, ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള, അവരിൽ അരിഞ്ഞു ചേർന്നുകൊണ്ടുള്ള ഒരു സംഗീത വിരുന്നാണ് അതിലൊരുക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് പ്രായമുള്ളവരുണ്ടായിരിക്കും, അതിനകത്ത് സ്ട്രോങ് ഇമോഷണൽ അസോസിയേഷൻ ഉണ്ടാവും, അതിനകത്ത് ഈ പറയുന്ന ഫാമിലി സെൻട്രിക് ആയിട്ടുള്ള, അതായത് കുടുംബത്തെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വെച്ചുകൊണ്ടുള്ള പരിപാടിയായിട്ടായിരിക്കും അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഭക്തിയുടെ ശരിയായ ഫലത്തിനെ നമുക്ക് പകർന്നു തരുന്ന ഒരു കൺസെർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് ജനനി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതുമാത്രവുമല്ല, വേടൻ്റെ കുരുക്കിലൊക്കെപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ 14, 15, 16 വയസ്സിലൊക്കെ എന്താണ് സംഗീതം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും, തെറ്റായ മാർഗങ്ങളിലേക്ക്, ലഹരി പോലും പ്രശ്നമല്ല എന്നൊക്കെ പറയപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്ത ചില കുരുക്കുകളുണ്ടായിരുന്നല്ലോ. ആ കുരുക്കുകളെല്ലാം പൊട്ടിച്ചു കളയുന്ന, അതെല്ലാം അറുത്തു മാറ്റിക്കൊണ്ട് പുതിയ ജനറേഷനെ തെളിമയിലേക്ക് നയിക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന ബോധത്തിലേക്ക് നയിക്കുന്ന, ഏറ്റവും ഉന്നതമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, കുടുംബത്തെ മുൻനിർത്തിയുള്ള വാല്യൂകളിലേക്ക്, മൂല്യങ്ങളിലേക്ക് നയിക്കുന്ന റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് കൂടി നന്ദഗോവിന്ദ ഭജൻസ് തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. അതിനകത്ത് ജെൻസികളുണ്ടാവും, മില്ലേനിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും. അതായത് നമ്മുടെ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിൽ തുടങ്ങി ഒരു 10-40 വയസ്സ് വരെയുള്ള മില്ലേനിയൻസ് വരെയുള്ള, ഒരു 35-40 ഇടയ്ക്ക് വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റ് കൂടി നന്ദഗോവിന്ദ ഭജൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സെഗ്മെൻറ്റ് വളരെയധികം നമുക്ക് ആനന്ദം നൽകുന്നു. പുതിയ തലമുറകൾക്കെല്ലാം തന്നെ ആ നന്ദഗോവിന്ദത്തിൻ്റെ നൈർമല്യം
പുതിയ രീതിയിൽ കൂടി അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനെ 2 പ്രോഗ്രാമുകളാണ് അവർ ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഈ ഭജൻസ് കണക്ട് എന്ന പേരിൽ 10,000 കണക്കിന് 10,000 മുതൽ ടിക്കറ്റ് നിരക്ക് വാങ്ങുന്ന പ്രോഗ്രാമുകളാണ് അവരിപ്പോൾ നടത്തുന്നത്. പക്ഷേ ഈ ടിക്കറ്റ് വരുമാനം വരെ ലക്ഷങ്ങൾ കിട്ടുമെങ്കിലും അതിന് പുറമെ ഓരോ പ്രോഗ്രാമിനും 10, 7, 5 വീതമുള്ള സ്പോൺസർഷിപ്പ് വഴിയുള്ള ഈ വരുമാനം കണ്ടെത്താനും, ആ സ്പോൺസർഷിപ്പ് വെറുതെ അല്ല. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോവിന്ദ ഭജൻസിന് മാത്രം ഗുണം കിട്ടുന്ന പരിപാടിയായിട്ടല്ല അവർ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡുകൾ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമാജത്തിൽ ഒക്കെ ഉള്ളവരുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാന മാധ്യമമായിട്ട് കൂടി നന്ദഗോവിന്ദ ഭജൻസ് മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസ് നമ്മളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്നത് എത്രമാത്രമാണെന്ന്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു വിധപ്പെട്ട പ്രധാന വരുമാനമുള്ള, അല്ലെങ്കിൽ പ്രധാനമായും നല്ല വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോന്ന് പാടിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ജില്ല എടുത്ത് നോക്കൂ, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ അവർ പാടാത്ത ഒരു ജില്ലയും ഉണ്ടാവില്ല. ഒരുവിധം എല്ലാ താലൂക്കിലും അവർ ഒരു പക്ഷേ ഈ പറയുന്ന ഭജൻസ് അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ പ്രധാനപ്പെട്ട എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും അവരുടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കാണാനായി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഓരോ ബ്രാൻഡിനെയും, അതായത് പ്രധാനപ്പെട്ട ബ്രാൻഡുകളെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ സമാജത്തിലേക്ക്, സമുദായത്തിലേക്ക്, വിശ്വാസികളിലേക്ക് ഒക്കെ തന്നെ ശരിയായ രീതിയിൽ പലപ്പോഴും പല ബ്രാൻഡുകളും എത്താറില്ല. അതിനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പിൽ 5, 7, 10 ഈ പറയുന്ന 3 കാറ്റഗറിയിലുള്ള സ്പോൺസർഷിപ്പിലൂടെ വലിയ LED സ്ക്രീനിൽ ബ്രാൻഡ് പ്രൊമോഷൻ നടത്തും. നിരവധി തവണ ആ ബ്രാൻഡ് പറയും. അതുപോലെ തന്നെ അവർക്ക് സ്റ്റേജിൽ അവസരം ഉണ്ടാവും, മുൻനിര സീറ്റുകളൊക്കെ നൽകും. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഒന്നാം തരം ബിസിനസ് ഒരു അവസരവും കൂടെ ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യണം, ബിസിനസ് നമ്മുടെ സമുദായത്തിൻ്റെ, സമാജത്തിൻ്റെ, വിശ്വാസികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം തന്നെയാണ്, ഒരു നെടും തൂണ് തന്നെയാണ്. നമ്മുടെ വേദങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ അകത്തറിയാം, വേദങ്ങൾക്കകത്ത് തന്നെ ഉദ്ഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നീ ധനമാർജിക്കൂ എന്നുള്ളതാണ്. നീ സമ്പത്താർജിക്കൂ, നിനക്ക് ഈശ്വരൻ സമ്പത്ത് തരട്ടെ, നിനക്ക് കീർത്തി തരട്ടെ, നിന്നെ ബലവാനാക്കട്ടെ എന്നാണ്. അപ്പോൾ അവിടെ സമ്പത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ സമ്പത്ത് എന്ന് പറയുന്നത് കരസ്ഥമാക്കുക, അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, അതിനെ തങ്ങളുടെ ഊർജ്ജമാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദേശം കൂടി ശരിയായ അർത്ഥത്തിൽ, അതായത് ഇവിടെ പറയുന്ന തെറ്റായ ഒരു മാർഗത്തിലും ധനാർജയത്തെ പറ്റിയിട്ട് പറയുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശരിയായ കാര്യത്തിന് വേണ്ടിയിട്ട് ധനം ആർജിക്കൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആപാലവൃദ്ധം ജനങ്ങളെയും മലയാളികളെയും ഒക്കെ സ്വാധീനിച്ച നന്ദഗോവിന്ദം പുതിയ സെഗ്മെൻറ്റുകളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് നന്ദഗോവിന്ദത്തിൻ്റെ ഒരു പാട്ട് പാടാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്നില്ല. വാസ്തവമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായാലും ശരി തന്നെ, എന്ത് ചിന്തയിലായാലും ശരി തന്നെ, ഒന്ന് വണ്ടി ഓടിക്കുമ്പോഴായാലും ശരി തന്നെ, കൃഷ്ണം ഒന്നും പാടാത്ത ഒരു അവസ്ഥ ഉണ്ടോ? നമുക്കൊരു സമയമുണ്ടോ? അതൊന്നും മനസ്സിലൂടെ കടന്നു പോകാതിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കില്ല. രാമനെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് മിക്കവാറും പലപ്പോഴും മനസ്സിൽ വരാറുണ്ട് നന്ദഗോവിന്ദൻ്റെ സിയാവർ രാമചന്ദ്ര കി ജയ് എന്ന് തുടങ്ങുന്ന ആ ഗാനം. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ അത്രമേൽ ആഴത്തിൽ സ്വാധീനിച്ച നന്ദഗോവിന്ദം ഭജൻസ് പുതിയ രൂപത്തിൽ, പുതിയ രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ പറയുന്ന സ്വാധീനം ഇന്ന് വെറും ആൾക്കൂട്ടത്തെ മാത്രമല്ല ഓരോരുത്തരിലേക്കും കേന്ദ്രീകരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അത് വൃദ്ധസമൂഹത്തെ ആവട്ടെ, കുടുംബങ്ങളെ ആവട്ടെ, പ്രൊഫഷണൽസിനെ, ജോലി ചെയ്യുന്ന ആൾക്കാരെ ആവട്ടെ, സ്റ്റുഡൻസിനെ ആവട്ടെ, കുട്ടികളെ ആകട്ടെ, അങ്ങനെ ഓരോ വിഭാഗത്തിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ സംഗീതത്തെ ഒരുക്കി അവരിൽ കൃത്യമായി സ്വാധീനം ചെലുത്തി അവരെ നന്മയിലേക്ക് ചേർത്ത് നിർത്തുക. വെറും സംഗീതമല്ല, വെറും ആസ്വാദനമല്ല, അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. ആ ഭജൻസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അത് നിങ്ങളെ ഉണർത്താനാണ്, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തെ ഉണർത്താനാണ്. അതുമാത്രവുമല്ല, ശരിയിലേക്ക് നയിക്കാനാണ്. ഭക്തിയുടെ നൈർമല്യം കൊണ്ട് ഒരിക്കലും ഒരാൾ ഇല്ലാതായി പോകുന്നില്ല. ഭക്തിയിലേക്ക്, ഇംഗ്ലീഷ് ഭാഷയുടെ മനോഹാരിത അതാണ് കേട്ടോ. നമ്മൾ ഫാൾ ഇൻ ലവ് എന്ന് പറയുമല്ലോ, പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ ഡിവോഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ റൈസ്ഡ് ടു ഡിവോഷൻ എന്നാണ് പറയുന്നത്. ഡിവോഷനിലേക്ക്, ഭക്തിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഓരോ വ്യക്തിയും. അപ്പോൾ ഭക്തിയിലേക്ക് വീഴുകയല്ല, ഭക്തിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഭക്തിയിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് അബോധമാണ്, അത് ശരിയല്ല എന്നുള്ളതാണ്. ഇവിടെ പൂർണ്ണമായ വ്യക്തതയിൽ, ശക്തിയിൽ നമ്മളെ സംഗീതത്തിൻ്റെ നന്മയിലൂടെ
ഭജനയുടെ നൈർമല്യത്തിലൂടെ ഉയർത്തി ഭക്തിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പുതിയ രൂപവും ഭാവവുമാണ് ഇവിടെ എത്തുന്നതെന്നുള്ളതാണ് ബ്രോഷറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനകീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൂടെ, ഓരോ പരിപാടികളിലൂടെ ഹിന്ദു ഏകതാബോധം വളർത്തിയെടുക്കുക, സനാതന ധർമ്മത്തിൻ്റെ മൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ സന്ദേശങ്ങളൊക്കെ തന്നെ നെഞ്ചിലേറ്റി ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് പുതിയ രീതിയിൽ, മുമ്പ് ഭജനകൾ വെറുതെ പാടിയിരുന്നുവെങ്കിൽ ആ ഭജനകൾക്ക് മാത്രമല്ല ഇന്ന് പൊതുജനങ്ങളുടെ ഓരോ വിഭാഗത്തിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് നൽകുകയാണെന്നുള്ളതാണ്. പലപ്പോഴും ഈ വലിയ തിരക്കായിരിക്കും, വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക്, കുടുംബത്തിന് ഒക്കെ തന്നെ ഈ പറയുന്ന നന്ദഗോവിന്ദത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ജനനി എന്ന് പറയുന്ന പരിപാടിയിലൂടെ അമ്മമാരെയും കുടുംബങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഒരുക്കുന്നത്. ഇനി അത് മാത്രവുമല്ല, യുവാക്കൾക്ക് വേണ്ടിയിട്ടാവുമ്പോഴത്തേക്കും മറ്റൊരു രീതിയിൽ അതിനെ ആനന്ദിക്കാൻ കഴിയുന്ന വിഭാഗത്തിന് ഓരോരുത്തരുടെയും പ്രായത്തിൻ്റെ അനുസരിച്ച് അവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് നന്ദഗോവിന്ദ ഭജൻസ് വളരെ വ്യക്തമായി മാറുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും, ഓരോ സംരംഭകർക്കും വളരാൻ കഴിയുന്ന രീതിയിൽ സ്പോൺസർഷിപ്പ് സംവിധാനവും ഒരുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, പൊതുപരിപാടികളിൽ കൂടി വളരെ വിശാലമായി കൊണ്ട് തന്നെ നന്ദഗോവിന്ദ ഭജൻസ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വളരെ വ്യക്തതയോടുകൂടി സ്ഫുടമായി, ഇതിനകത്ത് ഒരു കാര്യം കൂടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഗാനങ്ങൾ നമ്മളില്ലെങ്കിൽ ഭജൻസ് നമ്മൾ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭജൻ കണക്റ്റ് ഉണ്ട്. ഭജൻ കണക്റ്റിൽ ഭജൻ മാത്രമല്ല കേൾക്കുകയല്ല ചെയ്യുന്നത്, പകരം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരവും കൂടി ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അതിനകത്ത് എക്സ്പീരിയൻസ് ഷെയറിങ് വരികയാണ്, അതിനകത്ത് കഥകൾ വരികയാണ്, അതിനകത്ത് അനുഭവങ്ങൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ അനുഭവം, നവ്യാനുഭവം സൃഷ്ടിക്കാനാണ് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ആ യുവാക്കളുടെ ശക്തി ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് നമുക്ക് ഏവർക്കും, സമാജത്തിന്, സമൂഹത്തിനൊക്കെ തന്നെ വളരെ ഗുണകരമായിരിക്കും. വളരെ ഗംഭീരമാകട്ടെ ഈ പരിപാടി. ഇത് കാണുമ്പോൾ, ഈ ബ്രോഷർ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പോൺസർഷിപ്പ് കാറ്റഗറിയെ പറ്റി പറഞ്ഞല്ലോ, 10 ലക്ഷം, 7 ലക്ഷം, 5 ലക്ഷം തുടങ്ങിയ ഇവൻറ്റുകളാണ്. അത് പവേർഡ് ബൈ ഏത് രീതിയിലാണോ നമുക്ക് പവർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ആ ഇവൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കും. ഇവൻറ്റ് പവേർഡ് ബൈ ചെയ്യാൻ പറ്റും, ടൈറ്റിൽ സ്പോൺസർ ആവാൻ കഴിയും. ടൈറ്റിൽ സ്പോൺസറിനാണ് ഈ 10 ലക്ഷം. ഇവൻറ്റ് പവേർഡ് ബൈ സ്പോൺസർ എന്ന് പറയുന്നതാണ് 7 ലക്ഷം. ഇവൻറ്റ് സപ്പോർട്ട് സ്പോൺസറാണ് 5 ലക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ 3 കാറ്റഗറിയിലാണ് സ്പോൺസർഷിപ്പ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നതിനകത്ത് ഇവൻ്റ് ടൈറ്റിൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാകും. ഇവൻറ്റിൻ്റെ പേര്, അതായത് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ എവിടെയാണോ ഏത് പ്രോഗ്രാമാണോ നടത്തുക ആ പ്രോഗ്രാമിൻ്റെ ഇവൻ്റ് ടൈറ്റിലിൽ ഈ പറയുന്ന ടൈറ്റിൽ സ്പോൺസറുടെ പേരുണ്ടാകും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നന്ദഗോവിന്ദൻ പ്രസൻസ് XYZ എന്ന് പറയുകയാണെങ്കിൽ നന്ദഗോവിന്ദൻ ഭജൻസ് പ്രസൻറ്റഡ് ബൈ ഇന്ന കമ്പനി, ആ കമ്പനിയുടെ പേര് പറയണം. അങ്ങനെ നമുക്ക് ഓരോ കമ്പനിയും അത്തരത്തിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ പ്രൈം ലോഗോ പ്ലേസ്മെൻ്റ് ഉണ്ടാവും ഇതിനകത്തെല്ലാം. അങ്ങനെ ഓരോ LED വാളിലുണ്ടാകുന്ന പറയുന്ന ലോഗോയും ആ ബ്രാൻഡ് നെയിമും ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് നമ്മുടെ ബ്രാൻഡിനെ കൂടി ഈ ഇൻ്റർലിങ്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടി നന്ദഗോവിന്ദ ഭജൻസ് തരുന്നു എന്നാണ്. നന്ദഗോവിന്ദ ഭജൻസ് നവോന്മേഷത്തിൽ പുതിയ കാറ്റഗറിയിലൂടെ, പുതിയ സെഗ്മെൻറ്റുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഒരു സന്തോഷം കൂടിയുണ്ട്. നമ്മൾ ഈ പറയുന്ന നന്ദഗോവിന്ദത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നു. അവർക്കെതിരായിട്ട് പല ക്യാമ്പയിനുകളും നടന്നു. എന്തിനേറെ കഴിഞ്ഞ സർക്കാർ പോലും അവരുടെ പേര് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, എത്ര നന്നായിട്ട് ശരിയായിട്ട് പോയാലും ശരി തന്നെ, പല പ്രശ്നങ്ങളുടെയും നടുക്കൂടെ പോകുമ്പോൾ ഇതെല്ലാം ബാധിച്ചേക്കും എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ട് നന്ദഗോവിന്ദ ഭജൻസ് പുതിയ ശക്തിയിൽ, പുതിയ വ്യക്തതയിൽ, പുതിയ രീതിയിൽ വരികയാണ് എന്നുള്ളതാണ്. ആ സന്തോഷമാണ് ഇവിടെ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകൾ മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.